അവാർഡ് പടങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അവാർഡ് പടങ്ങൾ അതൊരു അബദ്ധമായെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് ഇപ്പം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആട്ടം, ഏതുതരം പ്രേക്ഷകർക്കാണെങ്കിലും. സോ അത്തരത്തിൽ ഈ ഫെസ്റ്റിവലിൽ വന്ന നല്ല അഭിപ്രായങ്ങൾ വന്നത് ഒരു അബദ്ധമായി പോയെന്ന് തോന്നുന്നു. ഇല്ല, അബദ്ധമായി പോയെന്ന് തോന്നുന്നില്ല. കാരണം ഫെസ്റ്റിവൽസിന് നമ്മൾ വെറുതെ ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ മാത്രം നമുക്ക് അവിടെ എല്ലാം ഈ പറഞ്ഞ സ്വീകാര്യത കിട്ടിയോണ്ട് ഈ പറഞ്ഞ റിസ്ക് ഉണ്ട്. ഈ ഫെസ്റ്റിവൽസിന് പോയി കഴിയുമ്പോൾ ഇത് അവാർഡ് പടം എന്ന് പറയുന്നതിന്റെ റിസ്ക് ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് അവസാനം വന്ന IFFKയിൽ വന്ന ആളുകളുടെ റിസപ്ഷൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വളരെ ഒരു ചെറിയ പടമായിട്ട് ഇപ്പം നമുക്ക് ഒരു ആദ്യത്തെ ദിവസം കിട്ടിയ മൊമെന്റം ഒരു പക്ഷെ ഒരു 3-4-5 ദിവസം എടുത്തേനെ കിട്ടാനായിട്ട്. ഈ ഒരു ആളുകൾ ഇങ്ങനെ പറയും, ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസത്തിനകത്ത് ആ തെറ്റിദ്ധാരണ മുഴുവൻ മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട ആളുകൾ, അതാണ് മറ്റേ ഇപ്പൊ നിങ്ങൾ മെജോറിറ്റി ആളുകൾ സിനിമ കണ്ടില്ല എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ സിനിമ കണ്ട ആളുകൾ ഈ സിനിമക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഈ സിനിമ ഇപ്പൊ നമ്മൾ ഒരു പ്രിവ്യൂ നടത്തിയാലും അല്ലെങ്കിൽ ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ കാണാനിടയായ ആളുകൾ ഈ സിനിമ അവരൊന്നും ഈ സിനിമയുടെ ഭാഗമല്ല, എന്നിട്ട് കൂടി അവര് നമുക്ക് വേണ്ടി ഫേസ്ബുക്കിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ സിനിമ പോലെ നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു 10 പ്രൊമോഷൻ അവർ ചെയ്യുന്നു. നമ്മൾ പൊതുവെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണോ, അപ്പോഴാണ് നമ്മളൊരു സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സിനിമ കാണേണ്ടതാണെന്ന് പറയുന്ന തരത്തില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ സിനിമക്ക് കഴിവുണ്ട്. അപ്പോ അതില് ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ കാണുകയാണെങ്കിൽ അവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ ഉത്തരം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടൊരു വഴിയായി ഇനി പറ്റൂലെന്ന് അവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അതിൽ മെജോറിറ്റി ആളുകൾ പറയുന്ന എല്ലാവരും ഇങ്ങനൊരു പ്രീ കൺസീവ്ഡ് നോഷനായിട്ടാണ് പോകുന്നത്. ഇതൊരു സ്ലോ പേസ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു അവാർഡ് കിട്ടിയ സിനിമയാണല്ലോ എന്നുള്ള തരത്തില്. എനിക്ക് പുറം രാജ്യങ്ങൾ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഡ്രൈവ് എന്ന് പറഞ്ഞ സിനിമ ക്യാൻസിൽ വിന്നറായിരുന്നു. റയാൻ ഗോസ്ലിംഗ് ഒക്കെ അഭിനയിച്ച എക്സ്ട്രീംലി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടം ക്യാൻസിൽ വിൻ ചെയ്ത പടം. അത് ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ട് ഹോളിവുഡിൽ വർക്ക് ആയ പടം. അപ്പൊ നമ്മുടെ ഇവിടെ എന്തോ ഒരു അവാർഡിന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ മെറിറ്റാണ്. ഈ സിനിമയിൽ അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അവാർഡിന് പോയത്. അപ്പൊ ഈ സിനിമ ഈ ആനന്ദത എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാമെന്ന് പറയുന്ന തോട്ട് മുതൽ ആനന്ദിനും അല്ലെങ്കിൽ ആസ് എ ടീം നമുക്കുള്ള ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത്യന്തികം ഒരു ഗംഭീര സിനിമ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഈ പറയുന്ന 9 പേരുടെ ഈ ലോഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം. ഈ ലോഞ്ച് സംഭവിക്കണം അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ സിനിമ കമേഴ്ഷ്യലി വർക്കാണ്. ഇത് മൈനോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ആളുകൾ കാണുന്ന സിനിമ മാത്രമാണെങ്കിൽ നമ്മൾ 1-1.5 വർഷം എടുത്ത പണി മുഴുവൻ വെറുതെ ആവും. കാര്യം അത്ര ഒരു ഏരിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമയുടെ ഒരു നമ്മൾ ഈ പറയുന്ന ഇവരെ ലോഞ്ച് ചെയ്ത സിനിമ എടുക്കാൻ തീരുമാനിച്ച ആ മൊമെന്റിൽ ഡിസൈഡ് ചെയ്ത ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഇതൊരു എക്സ്ട്രീംലി എൻഗേജിങ് ആയിട്ടുള്ള നല്ല ഫാസ്റ്റ് പേസ് ഉള്ള ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന ത്രില്ലർ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് എഴുത്ത്. ഈ ആനന്ദ് 1 ലൈൻ വന്നു കഴിഞ്ഞപ്പോഴും അതിനുശേഷം സ്ക്രിപ്റ്റിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഈ ആക്ടേഴ്സിനെ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഈവൻ പെർ ഡേ ഓരോ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും ആസ് എ ഫിലിം മേക്കർ ആനന്ദ് എൻഷുർ ചെയ്തിരുന്നൊരു കാര്യം ഈ സിനിമയുടെ പേസ് ആണ്. അതായത് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന 1 മിനിറ്റ് കൂടി ഒരാൾ ബോറടിക്കരുത് എന്നുള്ളതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള നല്ല പേസുള്ള ഒരു സിനിമ ആയിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ ഒരു ഭയങ്കര ഒരു ബേസിക് ക്രൈറ്റീരിയ ആയിരുന്നു. ഇതിന്റെ മുകളിലാണ് ഇപ്പൊ ആളുകൾ ചർച്ച ചെയ്യുന്ന പല പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റേ പറയുന്ന പോലെ ഭയങ്കര മെറിറ്റും അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷനൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ അത്യന്തികമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത് നല്ല ഇന്റൻസ് ആയിട്ടുള്ള നല്ല പേസ് ഉള്ള ഒരു സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ത്രില്ലർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ ആളുകൾ കാണുള്ളൂ. നമ്മൾ എന്ത് ഫോം എടുത്ത് നോക്കിക്കോളൂ, നമ്മളെ അത് ഏത് ആർട്ട് ഫോം ആണെങ്കിലും സിനിമയോ നാടകമോ പാട്ടോ എന്താണെങ്കിലും ബേസിക്കലി നമ്മൾ എൻഗേജ് ചെയ്യണം ഒരാളെ. കാഴ്ചക്കാരനെ എൻഗേജ് ചെയ്യിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കാൻ. നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടോ ഇങ്ങനൊരു ധാരണയുടെ പുറത്ത് ആളുകൾ പോകും. ഇപ്പോ ആ സിനിമ കണ്ട ആളുകൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്നത്.
അവർ പറയുന്നുണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ഒരു സിനിമയാണെന്ന് കരുതി പോയതിൽ നമ്മൾ ഖേദിക്കുന്നത്. ഭയങ്കര പേസ് അല്ല, ഒരു ഗംഭീര സിനിമയാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് നേരത്തെ ഷാജു ചേട്ടൻ പറഞ്ഞാണ്, അതായത് 2024 തുടങ്ങാൻ പറ്റിയ സിനിമ. 2024 ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഗംഭീര സിനിമ, ഇനി 2024 നല്ല തുടക്കമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലെ, അതാണ് ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. അപ്പൊ ദയവ് ചെയ്ത് ഇതിനെ ടാഗ് ചെയ്യാതിരിക്കുക. ഇതൊരു പറയുന്ന പോലെ നല്ല പേസുള്ള ഇന്റൻസ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.